നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബറിന് വീണ്ടും ഡിമാൻഡ്. ടയർ കമ്പനികൾ ആവശ്യക്കാരായി. രാജ്യാന്തര വില ഇടിഞ്ഞിട്ടും ആഭ്യന്തര വില ഉയർന്നത് റബ്ബർ കർഷകർക്ക് ആശ്വാസമായി. റബ്ബറിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ ചെറുതും വലുതുമായ ടയർ കമ്പനികൾ വില ഉയർത്തി വാങ്ങിയതാണ് കർഷകർക്ക് തുണയായത്. കിലോയ്ക്ക് 3 രൂപ വീതം വില ഉയർത്തിയാണ് വൻകിട ടയർ കമ്പനികളും ചെറുകിട സൈക്കിൾ ടയർ ട്യൂബ് കമ്പനികളും വാങ്ങിയത്. അവധി വ്യാപാരത്തിൽ ചൈന, ടോക്കിയോ മാർക്കറ്റ് റബ്ബർ കിലോ 3 രൂപ വീതം വില കുറച്ചു. ടയർ നിരക്കിൽ ബാങ്കോക്ക് 2 രൂപ വില കുറച്ചാണ് വാരാന്ത്യം വ്യാപാരം നിർത്തിയത്. ടയർ കമ്പനികൾക്ക് റബ്ബർ ആവശ്യത്തിന് കിട്ടാതായിട്ടും വില കുറയ്ക്കാനാണ് വൻകിട ടയർ കമ്പനികൾ കൈകോർക്കുന്നത്. അസമിലെ അഗർത്തലയിൽ റബ്ബറിന് കൊച്ചി വിലയേക്കാൾ കിലോയ്ക്ക് 10 രൂപ കുറവാണ്. അഗർത്തലയിലെ വിലയേക്കാൾ കിലോയ്ക്ക് 3 രൂപ കൂടുതൽ നൽകാമെന്നാണ് വിതരണക്കാർക്ക് ടയർ കമ്പനികൾ വാരാവസാനം നൽകിയ നിർദ്ദേശം. വില കുറച്ച് വിൽക്കാൻ ഇടനിലക്കാരും കർഷകർക്കും താൽപ്പര്യമില്ലെന്ന് അറിയിച്ചിരിക്കെ ടയർ കമ്പനികൾ അഗർത്തലയിൽ നിന്നും റബ്ബർ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്നും 25 ടണ്ണിൽ കുറയാതെ ഒരു ലോഡ് റബ്ബർ പഞ്ചാബിലെത്തിക്കാൻ ലോറി വാടക 1.25 ലക്ഷം രൂപയ്ക്കടുത്ത് വരും. എന്നാലും നഷ്ടമുണ്ടാകില്ലെന്നാണ് ടയർ കമ്പനികൾ പറയുന്നത്. കേരളത്തിലെ റബ്ബറിനെ അപേക്ഷിച്ച് അഗർത്തല റബ്ബറിന് ഗുണനിലവാരം കുറവാണെന്ന് കമ്പനികൾക്കറിയാമെങ്കിലും കുറഞ്ഞ നിരക്കിൽ റബ്ബർ മതിയെന്ന നിലപാടിലാണ് ടയർ കമ്പനികൾ. ടയർ നിരക്കിൽ ബാങ്കോക്കിൽ RSS 4 കിലോയ്ക്ക് 256 രൂപയായി കുറഞ്ഞു. എങ്കിലും ഇവിടെ 233 രൂപ വില നിൽക്കെ കൊച്ചിയിൽ വരും ദിവസങ്ങളിൽ വില കുറയാനുള്ള സാധ്യതയില്ലെന്നാണ് കർഷകരും വ്യാപാരികളും പറയുന്നത്. കനത്ത വേനലിൽ ഉൽപ്പാദനം കുറഞ്ഞിരിക്കെ വിൽപ്പനയ്ക്ക് റബ്ബർ വരവ് കുറയുകയാണ്. RSS 5 കിലോയ്ക്ക് 229 രൂപയിലാണ് വ്യാപാരം നിർത്തിയത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ റബ്ബറിനെ അപേക്ഷിച്ച് കേരളത്തിലെ റബ്ബറിനാണ് ഗുണനിലവാരം കൂടിയത്. അപ്പോൾ ഗുണനിലവാരം കുറഞ്ഞ റബ്ബർ നോക്കിയാണ് വില കുറച്ച് കമ്പനികൾ വാങ്ങുന്നത്. കോളടിച്ച് കൊപ്ര. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് 1 രൂപ കുറഞ്ഞപ്പോൾ തൃശ്ശൂരും കോഴിക്കോടും ഓരോ രൂപ കൂടി. കൊപ്രയ്ക്കും കിലോ 1 രൂപയുടെ വർധനവുണ്ടായി. തമിഴ്നാട്ടിലെ കാങ്കയത്ത് വെളിച്ചെണ്ണ ലിറ്ററിന് 1 രൂപയും കൊപ്ര കിലോ 2 രൂപയും കുറഞ്ഞു. വിശേഷ ദിവസങ്ങൾ കഴിഞ്ഞതോടെ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് കുറവാണ്. ഇതിനിടയിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരോൽപ്പന്നങ്ങളുടെ വരവ് കൂടിയിട്ടുണ്ട്. കൊച്ചി വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്ററിന് 272 രൂപ, തയ്യാർ 267, കൊപ്ര തെളിവ് കിലോ 160 രൂപ, ഓടെ 158. തൃശ്ശൂർ വെളിച്ചെണ്ണ 265, കൊപ്ര 160, കോഴിക്കോട് വെളിച്ചെണ്ണ 270, കൊപ്ര 160, കാങ്കയം വെളിച്ചെണ്ണ 230, കൊപ്ര 152. കൊച്ചിയിൽ പോയ വാരം 26,700 ലിറ്റർ വെളിച്ചെണ്ണ മൊത്ത വിപണിയിൽ വിൽപ്പനയ്ക്കെത്തി. മിന്നി സ്വർണം. പോയ വാരത്തിലും സ്വർണ്ണ വിലയിൽ ചാഞ്ചാട്ടമായിരുന്നെങ്കിലും വിലയിൽ കയറ്റം തുടർന്നു. പവന് 2,160 രൂപയാണ് ആഭ്യന്തര വില ഉയർന്നത്. രാജ്യാന്തര വിലയിൽ സ്വർണം ഔൺസിന് $83 കൂടി. ആഭ്യന്തര വില സ്വർണം പവന് 1,14,240 രൂപയിൽ ഈ മാസത്തെ ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തി. രാജ്യാന്തര വില സ്വർണം ഔൺസിന് $4,829. വിനിമയ നിരക്കിൽ ഡോളറിനെതിരെ പോയ വാരം രൂപ 44 പൈസ നേട്ടമുണ്ടാക്കി. വിലയിടിഞ്ഞ് തേയില. കൊച്ചിയിൽ പോയ വാരം നടന്ന ലേലത്തിൽ തേയിലയ്ക്ക് വില തകർച്ച. കയറ്റുമതി ഇനത്തിൽപ്പെട്ട ഇലത്തേയില കിലോ 5 രൂപ കുറച്ചാണ് കയറ്റുമതിക്കാർ വാങ്ങിയത്. വലിയ തോതിൽ ഉപയോഗിക്കുന്ന CTC പൊടി തേയിലയ്ക്ക് വിലയിടിഞ്ഞു. കിലോയ്ക്ക് 7 രൂപ വില കുറച്ചാണ് ആഭ്യന്തര പാക്കറ്റ് വ്യാപാരികൾ വാങ്ങിയത്. കടുത്ത വേനൽ തുടങ്ങിയതോടെ ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.